ഇന്ന് ഒരു പരിസ്ഥിതി ദിനമാണ്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ആലോചിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന, അതിനുവേണ്ടി ലോകം നിശ്ചയിച്ച ഒരു ദിവസം. ഈ പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ, അവന് ചുറ്റുമുള്ള സസ്യങ്ങൾ, മൃഗങ്ങൾ, സൂക്ഷ്മ ജീവികൾ, അങ്ങനെ ജീവികളായിട്ടുള്ള നമുക്ക് കാണാവുന്ന, നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന, മനുഷ്യന് ചുറ്റും നമ്മൾ അറിയുന്ന ജീവജാലങ്ങൾ, അത് സസ്യങ്ങളടക്കം, അവ അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന വായു, വെള്ളം, മണ്ണ്, സൂര്യപ്രകാശം, കാലാവസ്ഥ തുടങ്ങിയ ജീവനില്ലാത്ത ഇതിനെല്ലാം കൂടി പറയുന്ന ഒന്നാണ് പരിസ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ പരിസ്ഥിതി ദിനം എന്ന് നമ്മൾ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇവയോടൊക്കെ നമുക്ക് മനുഷ്യരായ ഈ ഭൂമിയിലെ ബുദ്ധിയുള്ള ജീവി എന്ന നിലക്ക് മനുഷ്യരായ നമുക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്, കടമകളുണ്ട്. അവയുടെ മുഴുവൻ പ്രയോജനം ഉപയോഗപ്പെടുത്തുന്ന ഭൂമിയിലെ ഒരു ജീവി എന്നുള്ള നിലക്ക് തിരിച്ചങ്ങോട്ടും പല ബാധ്യതകളും കടപ്പാടുകളും ഒക്കെ ഉണ്ട്. ഇവയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് വേണ്ടി സംവിധാനിച്ചിട്ടുള്ള ചില സംവിധാനങ്ങളുടെ ഭാഗമാണ്. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളെ പറ്റിയുള്ള ഖുർആന്റെ കാഴ്ചപ്പാട് എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഖുർആൻ പറഞ്ഞത് ഹുവല്ലദീ ഖലഖലക്കും മാ ഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ള എല്ലാറ്റിനെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറയുന്നത്. മാഫിൽ അർദ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്ത, നമ്മെപ്പോലെ ചിന്തിക്കാനും ഒക്കെ കഴിവില്ലാത്തവയെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അത് മനുഷ്യന് ഉപയോഗപ്പെടുത്തി അവയെ അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ അവന് ഉപയോഗപ്പെടുത്താനായി അള്ളാഹു മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതാണ്. എന്നാൽ ഭൂമിയിൽ ജീവനോടുള്ള ബുദ്ധിയുള്ള വേറെ ജീവജാലങ്ങളുണ്ട്. ജിന്നുകളുണ്ട്, മലക്കുകളുണ്ട്, അല്ലെങ്കിൽ മറ്റു അത്തരം വേറെയും നമുക്കറിയാത്ത പലതും ഒരുപക്ഷെ ഉണ്ടായേക്കാം, നമുക്കറിയില്ല. അവയൊന്നും, അതൊക്കെ മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് ജിന്നുകൾ, അല്ലെങ്കിൽ മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് മലക്കുകൾ എന്നൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. മറിച്ച് ഇവിടെയുള്ള വായു, വെള്ളം, പരിസ്ഥിതി, കാലാവസ്ഥ, സസ്യങ്ങൾ, മൃഗങ്ങൾ, സൂക്ഷ്മജീവികൾ, ഷഡ്പദങ്ങൾ, ഉരകങ്ങൾ എല്ലാം, ഇവയൊക്കെ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ മനുഷ്യന് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നാണ് പറയുന്നത്. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു വസഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി ജമീഅൻ. അതുപോലെ തന്നെ ആകാശഭൂമികളിലുള്ള ഇത്തരം വസ്തുക്കൾ പലതും മനുഷ്യന് ഉപകാരപ്പെടുത്താവുന്ന രീതിയിൽ അവന് കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി കീഴ്പ്പെടുത്തി കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂര്യനെ മനുഷ്യന് കീഴ്പ്പെടുത്തി കൊടുക്കുക എന്ന് പറഞ്ഞ അർത്ഥം സൂര്യന്റെ ഉപകാരവും ഉപദ്രവവും ഒക്കെ നമുക്ക് എടുക്കാമെന്ന് മാത്രമല്ല, അതിനെപ്പറ്റി നമുക്ക് പഠിച്ച് മനസ്സിലാക്കി അവ എങ്ങനെ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാക്കാം, ചന്ദ്രൻ എങ്ങനെ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാക്കാം. അല്ലാതെ ചന്ദ്രനെയും ഭൂമി അല്ലെങ്കിൽ സൂര്യനൊക്കെ മനുഷ്യന് നിയന്ത്രിക്കാൻ കഴിയും എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അവക്ക് അള്ളാഹു നിശ്ചയിച്ച ചില കണക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അശംസു വൽ ഖമറു ബിഹസ്ബാൻ എന്നാണ്. അതിന് അള്ളാഹു ചില കണക്കും കാര്യമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. അത് കണ്ടെത്തി നമുക്ക് ഇവിടെ പല സംഗതികൾക്കും അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പോ സഖറലക്കും മാഫി സമാവാതി വ മാഫിൽ അർദി, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവയൊക്കെ നിങ്ങൾക്ക് അള്ളാഹു അതിനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കും, അത് ഉപകാരപ്പെടുത്താവുന്ന രീതിയിൽ തന്നിരിക്കുന്നു എന്നും വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിസ്ഥിതിയെ, ഈ കാലാവസ്ഥയടക്കം എല്ലാറ്റിനെയും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ സംവിധാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട്
നമ്മോട് ഈ വിഷയത്തിൽ പറയുന്ന കാര്യം ഇന്നാ കുല്ല ഷൈഇൻ ഖലഖ്നാഹു ബിഖദർ, എല്ലാം നാം സൃഷ്ടിച്ചത് ഒരു കണക്കനുസരിച്ചാണ്, അല്ലാതെ അതൊന്നാകെ ഒരു കൊട്ടക്കണക്കല്ല എന്നർത്ഥം. അള്ളാഹു ഓരോന്നും അതിൻ്റെതായ രീതിയിൽ കൃത്യമായി കണക്ക് പ്രകാരമാണ് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഒക്കെ നല്ല രീതിയിൽ അള്ളാഹു ഇവിടെ സംവിധാനിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചില നിർദ്ദേശമുണ്ട്. അതെന്താന്ന് വെച്ചാൽ വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പണ്ഡിതന്മാർ എടുത്തുദ്ധരിക്കുന്ന ആയത്തുകളാണ് ഇതൊക്കെ. വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ, ഭൂമി അതിൻ്റെ എല്ലാ ഇസ്ലാഹായ നന്മയുടെ ആ തലങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ നിങ്ങളതിനെ തകരാറിലാക്കരുത്, അതിനെ നിങ്ങൾ അവ്യവസ്ഥിതമാക്കി മാറ്റരുത്, ഫസാദിലാക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്ന മറ്റൊരു സംഗതിയാണ് സൂറത്തുർ റഹ്മാനിലെ ഞാനിവിടെ ഓതിയ ആയത്ത്. അതിൽ അള്ളാഹു പറയുന്നത് വസ്സമാഅ റഫഅഹ വവദഅൽ മീസാൻ, ആകാശത്തെ അള്ളാഹു അത് ഉയർത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ വദഅൽ മീസാൻ, അള്ളാഹു ഒരു മീസാൻ, ഒരു തുലാസ്, ഒരു സന്തുലിതമായ ഒരു കാര്യം, ഒരു സന്തുലിതത്വം അള്ളാഹു അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കൾക്കും ഈ ജീവജാലങ്ങൾ അതിനൊക്കെ ഒരു സന്തുലിതാവസ്ഥ അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ സന്തുലിതാവസ്ഥ നിങ്ങൾ അധികമായി ചൂഷണം ചെയ്ത് വലാ തത്ഗൗ ഫിൽ മീസാൻ എന്നാ തൊട്ടുശേഷം പറയുന്നത്. വലാ അല്ലാ തത്ഗൗ ഫിൽ മീസാൻ, ഈ സന്തുലിതമായ ഈ അതിൽ പരിസ്ഥിതിയൊക്കെ ഉൾപ്പെടും, പരിസ്ഥിതി മാത്രമല്ല എല്ലാം ഉൾപ്പെടും. അള്ളാഹു നിശ്ചയിച്ച ഈ സന്തുലിതത്വത്തിൻ്റെ ആ അവസ്ഥയിൽ ആ ഒന്നിന് ഓരോന്നിനും എങ്ങനെയൊക്കെ ഓരോന്നുണ്ടാകണം എന്നുള്ളതിന് പഠിച്ചുവാൻ നിശ്ചയിച്ച സംഗതികളുണ്ടല്ലോ, ആ സംഗതികളെ നിങ്ങൾ വലാത്ത തകവും, അതിൽ നിങ്ങൾ അതിര് വിട്ട് അക്രമം ചെയ്യാൻ പാടില്ല. അതിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ പല സംഗതികളൊക്കെ ചെയ്യും, പക്ഷെ അത് പരിധി വിട്ടരി, അതിനെ തക എന്ന് പറയാം. തക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പരിധി വിട്ട് ചെയ്യണേനാണ് തക. അതുകൊണ്ടാണ് പിശാചിനെ പറ്റി താഹൂത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. തക വലാത്ത തഗൗഫിൽ മീസാൻ. അപ്പം അള്ളാഹു നിശ്ചയിച്ച ഈ മീസാനിൽ നിങ്ങൾ പരിധി വിട്ട് നിങ്ങളതിനെ ഒരു രൂപത്തിലേക്ക് എത്തിക്കരുത്. അങ്ങനെ പരിധി വിട്ട് ചെയ്ത ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട സംഗതികൾ. ഇപ്പോൾ അള്ളാഹു യഥാർത്ഥത്തിൽ ഓരോ ജീവജാലങ്ങൾ ഇവിടെ സൃഷ്ടിച്ചതിനെ പറ്റി നമുക്ക് ആലോചിച്ചു പോകും. ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യൻ തിന്നുന്നത്, അത് ലോകത്തെ ഏറ്റവും കൂടുതൽ തിന്നുന്നത് ചിക്കനാണ്, ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞാൽ പിന്നെ പന്നിമാംസാണ്, അത് കഴിഞ്ഞാൽ ബീഫാണ്, അത് കഴിഞ്ഞാൽ ആടാണ്. അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഈ ഉപയോഗം അള്ളാഹുവിൻ്റെ ഭൂമിയിൽ മനുഷ്യർ ചെയ്യുന്നത്. അതിൽ നമുക്ക് ഹറാമാക്കപ്പെട്ടതുണ്ട്. പന്നിമാംസത്തെ സംബന്ധിച്ചിടത്തോളം അത് ഹറാമാക്കപ്പെട്ട ഒരു സംഗതിയാണ്, നമുക്കിത് ചെയ്യാൻ പാടില്ലാത്തൊരു സംഗതിയാണ് പന്നി. പക്ഷേ പിന്നെ ബാക്കിയുള്ളതൊക്കെ അള്ളാഹു നമുക്ക് അനുവദിച്ചിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ഇതേ പറ്റിയൊക്കെ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ, ഇപ്പോൾ ആടാണെങ്കിലും പിന്നെ പശുവാണെങ്കിലും ഒട്ടകമാണെങ്കിലും നമുക്ക് തിന്നാൻ അനുവദിച്ചിട്ടുള്ള മൃഗങ്ങളെ നമ്മൾക്ക് തിന്നേണ്ട രൂപവും പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ അറുത്തിട്ടായിരിക്കണം നിങ്ങൾ തിന്നേണ്ടതെന്നാണ്. അപ്പോൾ അറുത്ത് തിന്നണമെങ്കിൽ ആ അറുക്കുന്നതിന് പറ്റിയ രീതിയിലുള്ള ഒരു പ്രകൃതി ആ മൃഗങ്ങൾക്കൊക്കെ ഉണ്ടാകണം. പാടിനെ ആയാലും പശുവിനെ ആയാലും ഒട്ടകത്തെ ആയാലും, ഒട്ടകം ഇത്ര വലിയൊരു ജീവിയാണ്, എന്നാലും അതിനൊക്കെ അറുക്കുക എന്ന് പറഞ്ഞത് വളരെ പ്രയാസകരമായൊരു സംഗതിയല്ല. അതിനറുക്കാം. കാരണം മനുഷ്യൻ അള്ളാഹു നിശ്ചയിച്ചത്, അവയെ സൃഷ്ടിച്ചത് തന്നെ നമുക്ക് അറുത്ത് മാംസം തിന്നാവുന്ന രീതിയിലാണ്. എന്നാൽ ഒരു പൂച്ചനെ നിങ്ങളൊന്ന് അറുക്കാൻ ശ്രമിച്ചു നോക്ക്. നമ്മളൊരു പൂച്ചനെ പിടിച്ച് ഒന്ന് അറുക്കുക എന്ന് പറഞ്ഞാലും ഒരു ഒട്ടകത്തെ പിടിച്ച് അറുക്കുക എന്ന് പറഞ്ഞതും തമ്മിൽ വളരെ വ്യത്യാസം ഉണ്ടാവും. പൂച്ചനെ പിടിച്ചറുക്കാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു നായയെ പിടിച്ചറുക്കാൻ തല്ലിയിട്ട് നമ്മൾ തല്ലിക്കൊന്നു. ഇപ്പം നായയെ തിന്നുന്ന നാടുകളുണ്ട്. അവിടെയൊക്കെ അവർ ചെയ്യണ എന്താണ്, നായ ആദ്യം തല്ലിയാണ് കൊല്ലും, എന്നിട്ട് അതിൻ്റെ തൊലി മറ്റും. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പമുള്ള സംഗതിയാണ്. പൂച്ചയെ തല്ലിക്കൊന്നിട്ട് അതിൻ്റെ തൊലി അടുത്ത് ഇതിനാണ്. പക്ഷേ നമ്മൾ ആടിനെയും പശുവിനെയും ഒക്കെ അറുക്കുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഒരു നായയെ അറുക്കണമെങ്കിൽ അതിന് ചില്ലറ അധ്വാനമൊന്നുമല്ല.
ഈവൻ ഒരു പൂച്ചയാണെങ്കിൽ പോലും. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനു വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ള ഒരു സംഗതി അല്ല അത്. പിന്നെ അതിന് പുറമെ മറ്റ് സൃഷ്ടിക്കാത്ത മറ്റ് ജീവജാലങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു രീതിയാണ്. പിന്നെ അവയുടെയൊക്കെ ഉൽപാദനവും ഇവിടെ ഭൂമിയിൽ അള്ളാഹു ഈ പരിസ്ഥിതിക്കനുസരിച്ച് സംവിധാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ രീതിയിൽ ഒരു പട്ടി പ്രസവിക്കുക 8ഉം 10ഉം കുട്ടികളെ. എന്നാൽ ഒരു പശു പ്രസവിക്കൽ ഒരു കുട്ടി. ആടാണെങ്കിൽ 2, കൂടിയാൽ ചിലപ്പോൾ 3, ഇത്രയൊക്കെ പ്രസവിക്കുള്ളൂ. ഈ പട്ടിക്കുട്ടികളെ നമ്മളെ നാട്ടിലേതായാലും പട്ടീനെ ആരും അധികം തിന്നണില്ല. ആരെങ്കിലും അറിയാതെ കച്ച് കൊന്ന് തിന്നുന്നുണ്ടോ എന്നുള്ളതല്ല പറയുന്നത്. സാധാരണ രീതിയിൽ ആളുകൾ തിന്നുന്ന സംഗതിയല്ല. എന്നാൽ ഈ ആടിൻ്റെ അത്രയോ പശുവിൻ്റെ അത്രയോ ഈ പട്ടിൻ്റെ കുട്ടികളും എവിടെ പോയി? 8-10 കുട്ടികളൊക്കെ ഉണ്ടാകുന്ന ഒരു പട്ടി 10 കുട്ടികളെ പ്രസവിച്ചിട്ട് അങ്ങനെ ഓരോന്നും പ്രസവിക്കാൻ തുടങ്ങിയാൽ എത്ര ഉണ്ടാകണം നമ്മളെ നാട്ടിൽ? നമ്മളെ നാട്ടിൽ ഈ നായ ശല്യം എന്ന് പറയുന്നത് തന്നെ എണ്ണം വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ എണ്ണം എന്നല്ല. പക്ഷെ ഉള്ള എണ്ണം അക്രമകാരികളാവുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത്ര 8ഉം 10ഉം കുട്ടികളെ പ്രസവിച്ച ഈ നായക്കുട്ടികളൊക്കെ എവിടെ പോയി? നേരെ മറിച്ച് ഒരു കുട്ടീനെ മാത്രം, അത് തന്നെ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം പ്രസവിക്കുന്ന പശു, അത് നമ്മളങ്ങനെ തിന്ന് തീർക്കുന്നുണ്ട്. ഓരോ വർഷവും എത്രയാണ് നമ്മളൊക്കെ ഈ അതിനെ അറുത്ത് നമ്മൾ തിന്നുന്നു. എന്നിട്ടും നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ വീണ്ടും കൂടുതലുണ്ടാകും. അതെന്തുകൊണ്ടാണ്? അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സന്തുലിതമായ സംഗതികളെ നിലനിർത്തിക്കൊണ്ടു പോകണം. അത് ഒരു പരിധി വരെ അതങ്ങോട്ട് ഒരാ തത്തഗൗ ഫിൽ മീസാൻ എന്ന് പറഞ്ഞ പോലെ അതിൽ നമ്മൾ അതിക്രമമാണ് ചെയ്തിട്ട് ആ രീതിയിൽ ചെയ്താലും വലിയ പ്രയാസമാണ്. ഇപ്പൊ പശുവിനെ തിന്നാൻ പാടില്ല എന്ന് വിരോധിച്ച സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ആളുകൾ ഈ പശു എന്ന് പറയുന്ന അള്ളാഹു തിന്നാൻ വേണ്ടി കൂടി നമുക്ക് സൃഷ്ടിച്ച് ഇതിനെ തിന്നൂരാന്ന് മനുഷ്യൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ തിന്നരുത് എന്ന് തീരുമാനിച്ചത് കൊണ്ട് അവ ദുരിതം അനുഭവിക്കുകയാണ്. പശുവിനെ ആ രീതിയിൽ പരിപാലിക്കാൻ ആളില്ല. അങ്ങനെ അവ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ചത്തൊടുങ്ങുന്ന അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടുന്ന അവസ്ഥയാണ് കാണുന്നത്. അതൊരു വലിയ പ്രശ്നമായി മാറും നമ്മുടെ നാട്ടിൽ. അപ്പോൾ നമ്മുടെ നാട്ടിൽ പശുവിനെ ബീഫാണ് വിരോധിച്ചു എന്ന് വിചാരിക്കുക. അതുകൊണ്ട് നമുക്കുണ്ടാകണ അത് തിന്നുന്നവർക്കുണ്ടാകുന്ന പ്രയാസത്തെക്കാൾ കൂടുതൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസം തീർച്ചയായും ആ ജീവികൾക്കുണ്ടാകുക. അവ അത്രയധികം ദുരിതം അനുഭവിച്ചുകൊണ്ടേ പിന്നെ ഇവിടുന്ന് അവയ്ക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുള്ളൂ. അതാണ് ഈ സന്തുലിത, ഈ മീസാൻ നമ്മൾ അതിനോട് അതിക്രമം ചെയ്യുമ്പോൾ. ഇപ്പോൾ പണ്ട് കാലത്ത് ഇപ്പോൾ നമ്മൾ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചൈനയിൽ ഈ കുരുവികൾ വല്ലാതെ ഈ ഗോതമ്പ് പോലത്തെ ധാന്യങ്ങൾക്ക് ഒന്നാകെ തിന്നു പോകുന്നൊരവസ്ഥ ഉണ്ടായപ്പോൾ 1958 അവർ അത്തരം ജീവികളെ വലിയ ഫോർപെക്സ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ തന്നെ ഉണ്ടാക്കി. എന്താ വെച്ചാൽ കുരുവി, അതുപോലെ എലി, ഈച്ച, കൊതു, ഇതിനെ മുഴുവൻ കൊന്ന് തീർക്കാനുള്ള ഒരു ക്യാമ്പയിൻ അവർ 1958 പ്രഖ്യാപിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യാപകമായി ഈ കുരുവികളെയും എലിയെയും ഈച്ചനെയും കൊതുകിനെയൊക്കെ ഒന്നാകെ നശിപ്പിച്ചു. ആ നശിപ്പിച്ചതിൻ്റെ നാശം, അതിൻ്റെ മുഴുവൻ പ്രയാസം അനുഭവിക്കേണ്ടി വന്നത് മനുഷ്യരാണ്. പിന്നെ പ്രയാസം അനുഭവിക്കേണ്ടത് ആ കൃഷിനാശം ഒന്നാകണ്ടായി. ഇവയൊക്കെയാണ് നശിച്ചപ്പോൾ ഒന്നാകെ വെട്ടുകിളികൾ, നാട്ടിൽ മുഴുവൻ മൂട്ടകൾ, ഇങ്ങനെ ഒരുപാട് പുതിയ ക്ഷുദ്രജീവികൾ ഉണ്ടാവുകയും വലിയ പ്രശ്നം ഉണ്ടാവുകയും ചെയ്തു. നാട്ടിലാകെ വെട്ടുകിളി ഉണ്ടായി, ഒന്നാകെ ക്ഷാമം. അങ്ങനെ 1960 ഇപ്പോൾ അത് നിർത്താൻ പറഞ്ഞു. ഈ ക്യാമ്പയിൻ തന്നെ അതങ്ങോട്ട് നിർത്താൻ ഉണ്ടായിട്ടുള്ളത്. ഏകദേശം പിന്നെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ഒരുപാട് ഏകദേശം 2.5 ലക്ഷത്തിലധികം ആളുകൾ മരിച്ചു എന്നാണ് ഇതിൻ്റെ അടിസ്ഥാനം. പട്ടിണി കിടന്നിട്ടും ഇവയുടെ ഉൽപാദനമില്ലാതെ, കൃഷി ഭൂമിയിൽ ഉൽപാദനമില്ലാതെ, അതുപോലെ ഇത്തരത്തിലുള്ള കുറേ വെട്ടുകിളി ശല്യം കൊണ്ട് മുഴുവൻ വെട്ടുകിളികളാണ് നിറഞ്ഞിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ രീതിയിൽ വന്നു. പിന്നെ അവസാനം 2.5 ലക്ഷം കുരുവികളെ റഷ്യയിൽ നിന്ന് അവർ
ചൈനയിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് അവിടെ വളർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അത്രമാത്രം കോടിക്കണക്കിന് കുരുവികളാണ് അവർ ആ ക്യാമ്പയിനിൽ കൊന്നു കളഞ്ഞത്. അങ്ങനത്തെ സംഭവങ്ങൾ ലോകത്ത് ഒരുപാടുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പുൽമേടകൾ അമേരിക്കയിലെ 1930 അമേരിക്കയിലെ പുൽമേടകൾ അവരെന്ത് ചെയ്തു, അതൊക്കെ ഉഴുതിട്ട് അവരത് കൃഷിഭൂമിയാക്കാൻ വെച്ചു. അങ്ങനെ നല്ല പുൽമേടകൾ ഉഴുത് കൃഷിഭൂമിയാക്കി ഒന്നാകെ ഒരു പരിധി വിട്ടുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ആ രീതിയിൽ ചെയ്തപ്പോൾ പിന്നെന്തുണ്ടായി, പിന്നെ കുറച്ചു കഴിഞ്ഞതിന് ശേഷം വരൾച്ച ബാധിച്ചു. വരൾച്ച ബാധിച്ചപ്പോൾ ഈ പുല്ലുകളില്ലാത്ത ഇവിടെ മുഴുവൻ ഒന്നാകെ അവിടെ നിന്ന് പൊടിക്കാറ്റ്, അമേരിക്ക മുഴുവൻ അവിടെ താമസിക്കാൻ കഴിയാതായ ആളുകൾക്ക് താമസിക്കാൻ കഴിയാതായി. ആകാശം മുഴുവൻ പൊടിക്കാറ്റുണ്ടായി. ലക്ഷക്കണക്കിന് ഏക്കർ കൃഷിഭൂമി നശിച്ചു. ഏകദേശം 25 ലക്ഷം ആളുകൾ എന്നാണ് ചരിത്രം പറയുന്നത്. സാധാരണ ഡസ്റ്റ് ബൗൾ എന്നാണ് 1930 അതിന് പറയാം. അതൊക്കെ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ കിട്ടും. അപ്പൊ അതില് 25 ലക്ഷത്തിലധികം ആളുകൾ മാറി താമസിക്കേണ്ടി വന്നു എന്നാണ്. അവിടുന്ന് മാറി താമസിക്കേണ്ടത്. ശ്വാസകോശ രോഗം പിടിപെട്ടുകൊണ്ട് ധാരാളം ആളുകൾ മരിച്ചു. എന്തിപ്പോ അവർ ചെയ്തത്? അവര് പുൽമേടകൾ അതിനെ ഉഴുതു മറിച്ച് സാധാരണ കൃഷിഭൂമിയാക്കിയാണ് ചെയ്തത്. അപ്പൊ ഈ പുല്ലുകളാണ് യഥാർത്ഥത്തിൽ ഈ മണ്ണിലെ ഈ പൊടിമണ്ണിനെ അവിടെ നിലനിർത്തിയിരുന്നത് പുല്ലുകളാണ്. അതൊക്കെ പോയപ്പോൾ മഴ കിട്ടാതെയായി, വരൾച്ച ബാധിച്ചപ്പോൾ ഇതിന്റെ പുറഭാഗത്തുള്ള പുല്ലുകൾ മുഴുവൻ കാറ്റടിച്ച് പുറത്തേക്ക് ഇങ്ങനെ വന്ന് വലിയ പൊടിക്കാറ്റുകളാണ് രൂപപ്പെട്ടിട്ട് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായി. അപ്പൊ ഇങ്ങനെ ധാരാളം അനുഭവങ്ങൾ നമുക്ക് ഈ ലോക ചരിത്രത്തിൽ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അവിടെയൊക്കെ എന്താന്ന് വെച്ചാല് മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച കുറെ ഉപയോഗപ്പെടുത്താൻ അനുവദിച്ചതിനെ പരിധി വിട്ടുകൊണ്ട് ചൂഷണം ചെയ്യുമ്പോൾ, പ്രകൃതിയിൽ ഇത്തരം സംഗതികൾ പരിധി വിട്ട് ചൂഷണം ചെയ്യുമ്പോൾ അതിന്റെ പ്രത്യാഘാതം അവരിതിന് അനുഭവിക്കേണ്ടി വരും. നമ്മളുടെ പല ഉരുൾപൊട്ടലുകളുടെയൊക്കെ കഥകളെ സംബന്ധിച്ചിട്ടുള്ള പഠനങ്ങൾ പലതും അങ്ങനെയാണ് പറയുന്നത്. തെളിവായിട്ട് നമുക്ക് പറയാൻ പറ്റൂലെങ്കിലും അങ്ങനെ പഠനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളുടെ കോറികൾ അതുപോലൊക്കെ വർദ്ധിച്ചു വരുന്ന ഇതൊക്കെ ഒരുപാട് പരിസ്ഥിതി പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നുണ്ട്. അടുത്ത ജനറേഷൻ, അടുത്ത തലമുറക്ക് ചിലപ്പോൾ ഇത് വലിയ ഒരു ദുരന്തമായി മാറാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോ നേരത്തെ പറഞ്ഞ ഈ കിളികളെ ഈ കൊന്നൊടുക്കിയതിനെ പറ്റി 2025 പിന്നെ ചൈന അതിനെപ്പറ്റി പഠനം നടത്തിയത്. 2025 ചൈന നടത്തിയപ്പോൾ അവർ പറഞ്ഞത് അവരുടെ ഉൽപാദനം 20% കുറയാൻ കാരണമായി. അവർ ഉൽപാദനം കൂട്ടാൻ വേണ്ടിയാണ് അവയെ മുഴുവൻ കൊല്ലാൻ വെച്ചത്. പക്ഷെ ഉണ്ടായത് 20% കുറഞ്ഞു. അല്ല, 20 ലക്ഷം ആളുകളാണ് ആ ഒരു കാരണം കൊണ്ട് മരണപ്പെട്ടു പോയത്. അപ്പൊ ഇങ്ങനെ ഈ പരിസ്ഥിതിയിൽ നമ്മൾ അതിരുവിട്ട് അതിൽ ചൂഷണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞതിനെ പല പണ്ഡിതന്മാരും അല്ലാ തത്ഗൗ ഫിൽ മീസാൻ എന്നാണ്. ഈ സന്തുലിതത്വമായ അവസ്ഥയെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പരിധി വിട്ട് ചൂഷണം ചെയ്യരുത്, അതിനോട് നിങ്ങൾ അതിക്രമം ചെയ്യരുത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ വഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ, അള്ളാഹു വളരെ വ്യവസ്ഥാപിതമായി നീതിപൂർവകമായി സന്തുലിതമാക്കി നിലനിർത്തിയതാണ് ഈ കണക്കുകളും ഈ തുലാസുകളും ഒക്കെ. എന്തുകൊണ്ടാണ്? വൽ അർള വദഅഹാ ലിൽ അനാം, ഭൂമിയെ അള്ളാഹു മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതാണ്. മനുഷ്യന് വേണ്ടിയാണ് ഭൂമി അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അവിടെ പലതും ഉണ്ടാകണം. ഫീഹ ഫാക്കിഹത്തുൻ വന്നഖ്ലു ദാത്തുൽ അക്മാം, പഴങ്ങളും കായ്കനികളും ഒക്കെ അതിലുണ്ട്. വൽ ഹബ്ബുൽ അസ്ഫി വർ റൈഹാൻ, അങ്ങനത്തെ ആ രീതിയിൽ പഴങ്ങളും കായ്കനികളും ധാന്യങ്ങളും അങ്ങനെ വളരെ സുന്ദരമായ രീതിയിൽ ഈ ഭൂമിയെ സംവിധാനിച്ച് ഒടുക്കി തന്നവൻ അത് അള്ളാഹുവാണ്. അള്ളാഹു അത് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതാകട്ടെ. നിങ്ങൾ വളരെ ശാന്തമായി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് എന്തൊരു അള്ളാഹു നൽകിയ ഏതൊരു അനുഗ്രഹത്തെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുക എന്ന് ആണ് പിന്നീട് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ തന്നെയാണ് നമുക്കുള്ള നാശം, പ്രകൃതിയിൽ നമ്മൾ കയ്യേറ്റം നടത്തി നമുക്കുള്ള നാശം നമ്മൾ ഉണ്ടാക്കുകയാണ്. അതാണ് വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ടല്ലോ, ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് അയ്ദിൻ നാസ്, മനുഷ്യകരങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നതാണ് കരയിലും കടലിലുമുള്ള ഈ വ്യവസ്ഥയെ താറുമാറാക്കുന്ന രീതി. ഫസാദ് എന്ന് പറഞ്ഞാൽ താറുമാറാക്കുകയാണ്.
എന്ന് പറഞ്ഞാൽ അത് ശരിയായത് ഒന്നിനെ മാറ്റിമറിക്കുക, അതിനാണ് ഫസാദ് എന്ന് പറയുന്നത്. താറ് മാറാക്കുക എന്നാണ് അതിൻ്റെ നമ്മൾ കൃത്യമായിട്ട് മലയാളം പറഞ്ഞാൽ. താറുമാറാക്കി കളയുന്ന അവസ്ഥ അതൊക്കെ മനുഷ്യൻ ഇടപെട്ടുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പം എല്ലാറ്റിലും ഒരു സന്തുലിതമായ അവസ്ഥ അത് കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ഈ സന്ദർഭങ്ങളൊക്കെ ഉണർത്തുന്നത്. അപ്പം ഈ സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് നമ്മളെ പരിസ്ഥിതി വിഭാഗം എന്ന് വെച്ചാൽ കൃഷിയാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ജീവൽ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ കൃഷി. അതാണ് നമ്മൾക്ക് അന്നം നൽകുന്നത് യഥാർത്ഥത്തിൽ കൃഷിയാണ്. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം നമ്മോട് എങ്ങനെയാണ് നിങ്ങൾ കൃഷി ചെയ്യണം. റസൂലുള്ളാഹി ഇത്ര പേരെ പറഞ്ഞു, ഇദാ ഖാമത്തി സ്സാഅത്തു, ലോകം അവസാനിക്കുകയാണ് എന്ന് അവസ്ഥ ഉണ്ടായാൽ, വഫി യദി അഹദിക്കും ഫസീലത്തുൻ, നിങ്ങളെ ആരുടെയെങ്കിലും കയ്യിൽ ഒരു ഈത്തപ്പനയുടെ ഒരു ചെടി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഒരു ചെടിയുണ്ട്, നാളെ ലോകം അവസാനിക്കുന്നു നിങ്ങൾ അറിഞ്ഞാൽ പോലും ഫൽയഗരിസ്ഹ, അത് നിങ്ങൾ കുഴിച്ചിടണം. അത് നിങ്ങൾ കുഴിച്ചിടണം. അതിൻ്റെ അർത്ഥം ഞാനിപ്പോൾ നാളെ മരിക്കുമെന്ന് തോന്നിയാലും, ലോകാവസാനം എന്ന് പറയുന്നത് അത് ഓരോ വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം ഓൻ്റെ മരണം തന്നെയാണ് ഓൻ്റെ ലോകാവസാനം. നാളെ ഞാൻ മരിക്കുകയാണ് എന്ന് തോന്നുകയാണെങ്കിലും ഇന്ന് നിങ്ങളെ കയ്യിൽ വല്ല ചെടി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കുഴിച്ചിടണം, അത് നിങ്ങൾ വളർത്തണം എന്നാണ് പറയുന്നത്. അപ്പം എന്തിനാ അപ്പം അത് ചെയ്യണത്? എന്താ അപ്പം അതുകൊണ്ടൊരു കാര്യം? ഒരു നിരീശ്വരവാദി ചോദിക്കാം, എന്താ അപ്പം ഞാനൊരു 80-ാം വയസ്സിലൊരു തെങ്ങ് നട്ടിട്ട് എന്താ അപ്പം എനിക്കൊരു കാര്യം? കാരണം അവനെ സംബന്ധിച്ച് വേറൊന്നുമില്ലല്ലോ. മറ്റ് തൻ്റെ തലമുറ, വരാൻ പോണ തലമുറ, മക്കള് സുഖമായി ചെയ്യും. അതുകൊണ്ട് എന്താ അപ്പം അവന് കാര്യം കിട്ടാണ്ടുള്ളത്? അവനൊരു കാര്യം അതുകൊണ്ടില്ലല്ലോ. പരലോകത്ത് വിശ്വാസമില്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വൃഥാവിലാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ. ഒരു നന്മയും അവർക്കൊരു കാര്യം അതോട് കിട്ടൂല, അവർക്കൊന്നും അതോട് കിട്ടൂല. നേരെ മറിച്ച് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മാമിൻ മുസ്ലിമിൻ യഗലി സുഹറസൻ, ഒരാൾ ഒരു കൃഷി, ഒരു ചെടി നടുകയാണെങ്കിൽ ഫയഅ്കുലു മിൻഹു ഇൻസാനുൻ, എന്നിട്ട് ഏതെങ്കിലും മനുഷ്യന്മാരതിന് തിന്നു, ഔ ത്വയ്റുൻ, അല്ലെങ്കിൽ ഒരു പക്ഷി കൊത്തിക്കോയി, നമ്മൾ കുഴിച്ചിട്ട് വളരെ ആറ്റുനോറ്റ് കുഴിച്ചിട്ട് ഒരു കർമൂസൻ്റെ ഒരു മരം, അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പപ്പായ മുഴുവൻ കാക്ക കൊത്തി ആകെ പോയി നേരിക്കും. നിങ്ങൾ സങ്കടപ്പെടണ്ട. അതാണ് നിങ്ങൾ ത്വയ്റ്, പക്ഷി കൊത്തിക്കൊണ്ടുപോയി എന്നൊക്കെ ചെയ്താലും കാനലഹു സദഖത്തൻ, അതൊക്കെ സദക്കയായി നിങ്ങൾക്ക് രേഖപ്പെടുത്തപ്പെടും. മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതൊരു സദക്ക, ഇതിൻ്റെ കൂലി കിട്ടും. പക്ഷെ ഒരു സംഗതി ഉണ്ട്, അത് ഇടുമ്പോൾ തന്നെ നമുക്ക് ആ നെയ്യത്ത് വേണം. അപ്പം നമ്മളെ വീട്ടുമുറ്റത്തുള്ള മാവിന്മേൽ നിന്ന് അങ്ങനെ എന്നും ആവലും അണ്ണാനും കുഴികളൊക്കെ മാങ്ങ അങ്ങനെ കൊത്തി പോണുണ്ട്. അത് കണ്ട് ആകെ സങ്കടപ്പെടണ്ട. നമുക്ക് കഴിയുന്നത് നമ്മൾ പറിക്കണം, നമ്മൾ ഉപയോഗിക്കണം, അതൊക്കെ ചെയ്യണം. പക്ഷെ നമ്മളൊക്കെ ചെയ്താലും കുറേ വീണുപോയി ജീവികൾ തിന്നുപോവല്ലോ. ആ തിന്നു പോകുന്നത് അവ തിന്നിട്ട് അതിന് എനിക്ക് കൂലിയുണ്ട് എന്നുള്ള ബോധം വേണം. അത് തിന്നു പോകുന്നതിന് എനിക്ക് പ്രതിഫലമുണ്ട്. അതൊക്കെ എനിക്കൊരു ഇപ്പം മാങ്ങ ഞാൻ തിന്നാലേ എനിക്ക് മാങ്ങ തിന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ, അത് കിട്ടിയതേ കിട്ടുള്ളൂ. നേരെ മറിച്ച് മാങ്ങ ഒരു കിളി തിന്നു പോയാൽ അത് എനിക്കൊരു കൂലിയായി അവിടെ മരണാനന്തരം അതവിടെ രേഖപ്പെടുത്തപ്പെടും എന്ന് പറയുമ്പോൾ ഒരർത്ഥത്തിൽ ആ രൂപത്തിൽ ചിന്തിക്കുമ്പോൾ അത് നന്നായി എന്നാണ് നമുക്ക് പലപ്പോഴും തോന്നേണ്ടത്. അങ്ങനെയാണ് ഇസ്ലാം നമ്മുടെ ഒരു മുസ്ലിമിൻ്റെ മനസ്സിനെ വളർത്തിക്കൊണ്ടുവരുന്നത്. ആ രീതിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഇനി കള്ളന്മാർ കൊണ്ടുവരും. മറ്റൊരു സ്ഥലത്ത് റസൂലുള്ളാഹി പറഞ്ഞു, വമാ സരിക മിൻഹു ലഹു സദ, കള്ളം കൊണ്ടുപോയി വിചാരിച്ചു. അതല്ലെങ്കിൽ വമാ അക്കല സബ്ഉ മിൻഹു, ഏതെങ്കിലും കാട്ടുമൃഗം വന്ന് ഒന്നാകെ ആന കുത്തി നശിപ്പിച്ചാണ് കൊണ്ടുപോയി വിചാരിച്ചു. അത് ഇനി നമ്മൾക്ക് അതിനുള്ള പരിഹാരം, കൊത്തി പോകാതിരിക്കാനൊക്കെ നോക്കാം, അതിനെ ശ്രദ്ധിക്കാം. പക്ഷേ ആത്യന്തികമായി നമ്മുടെ മനസ്സിൽ ഇല്ല, നഷ്ടം പറ്റിയിട്ടില്ല. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഒരു നഷ്ടമൊന്നുമില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമൊന്നുമില്ലാതെ എനിക്ക് ഒരു പ്രതിഫലമായി തിരിച്ചു കിട്ടും എന്നുള്ള ആ ഒരു ബോധമാണ് യഥാർത്ഥത്തിൽ അവന് ധൈര്യം നൽകുന്നൊരു സംഗതിയാണ്. അപ്പോൾ കഴിയുന്നിടത്തോളം മഴക്കാലമാണ്, ഈ കൃഷി, അതൊക്കെ അത്തരം സംഗതിയൊക്കെ വളരെ നമ്മുടെ ഇസ്ലാം മതം പ്രോത്സാഹിപ്പിച്ച സംഗതിയാണ്. അവനാൻ്റെ വീട്ടുമുറ്റത്ത് അവനാൻ ആവശ്യമുള്ള പച്ചക്കറികളെങ്കിലും അവനാൻ്റെ വീട്ടിൻ്റെ ചുറ്റുവട്ടത്തോ ടെറസിൻ്റെ മുകളിലോ ഒക്കെ ആയിട്ട് കുഴിച്ചിട്ട് അങ്ങനെ അതിൽ നിന്ന് നമ്മൾ തിന്നാണെങ്കിൽ അത് വേറെ കുറേ ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളെക്കാൾ ഉപരി അതൊക്കെ നമുക്ക് ഗുണകരമായ ഒരു സംഗതിയാണ്.
എല്ലാ നിലക്കും നമുക്ക് നല്ല സംഗതി. അതിന് പറ്റിയ സമയമാണ് ഈ മഴക്കാലം. അപ്പോൾ ഈ സന്ദർഭം, പരിസ്ഥിതിയെ നമ്മൾ ആ രീതിയിൽ പച്ചപ്പുള്ളതാക്കി മാറ്റണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൻ്റെ പരിസ്ഥിതി ദിനത്തിൻ്റെ ഒരു വശത്തിൻ്റെ ഒരു ഭാഗം ഉണർത്തിയെന്നേ ഉള്ളൂ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد, നമ്മൾക്ക് വലിയ ഒരു പാഠം നൽകുന്ന ഒരു സംഭവം നടന്ന ഒരു നാടാണ് നമ്മുടെ നാട്. ആ ഓർക്കാതെ ശ്രദ്ധിക്കാതെ നമ്മൾ ആരെങ്കിലുമൊക്കെ ചെറുതാക്കി സംസാരിക്കുമ്പോൾ അതിന് നൽകേണ്ടി വരുന്ന വളരെ വലിയ വിലയാണ്. അത് വലിയ ആളുകളാവുമ്പോൾ വലിയ വില നൽകേണ്ടി വരും, ചെറിയ ആളുകളാവുമ്പോൾ ചെറിയ വില നൽകേണ്ടി വരും. ആരെയും നമ്മൾ ചെറുതാക്കി കാണാൻ പാടില്ല. എല്ലാ മനുഷ്യരും അവരുടേതായ ലോകത്ത് അവർക്കൊരുപാട് സംഭാവനകൾ ഉണ്ട്. ഇപ്പോൾ നമ്മളുടെ ചീഫ് ജസ്റ്റിസ് സംസാരത്തിൽ തൊഴിലില്ലാത്തവരെയോ വേറെയോ ഒരു പാറ്റകൾ ആയിക്കൊണ്ട് ഒരു പരാമർശം നടത്തിയതാണ്. എവിടെ അത്ര ഇതിനിങ്ങനെ ഒരു ഗൗരവമുള്ള ഒരു സംഗതിയായിട്ടൊന്നും അദ്ദേഹം അതൊരിക്കലും കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ബോധപൂർവം പറഞ്ഞതും ആകാൻ സാധ്യതയില്ല. തൻ്റെ നാവിൽ നിന്ന് അങ്ങനെ ഒരു പരാമർശം വന്നപ്പോൾ അതിൻ്റെ ഫലമായി ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതികരണം എന്താണ്? CJP എന്ന് പറഞ്ഞൊരു പാർട്ടി രൂപീകരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റ് അതുണ്ടായതിനെ പറ്റി നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അത് നിങ്ങൾ പത്രങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് അറിയാവുന്നതാണ്. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി രൂപീകൃതമായി ഇങ്ങനെ വന്നിട്ട് അത് എന്താ ഇനി നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ ഏത് രീതിയിൽ പോകുമെന്ന് പോലും നമുക്ക് പ്രവചിക്കാൻ സാധിക്കാത്ത രീതിയിൽ അത് വേറൊരു മൂവ്മെന്റായി മാറുക. എന്തേ സംഭവം? പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന ചില മനസ്സുകളിലേക്ക് ചെറിയ ഒരു പദപ്രയോഗത്തിൽ വന്ന ഒരു പ്രശ്നം മാത്രം. അത് പിന്നെ എത്ര തിരുത്തിയിട്ടും കാര്യമില്ല. പിന്നെ അതൊരുപാട് തിരുത്തി അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അതിൻ്റെ തീപ്പൊരി അതങ്ങോട്ട് ആളിപ്പടർന്നാൽ പിന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. നമ്മൾ പരസ്പരമായി ജീവിക്കുമ്പോൾ, സമൂഹമായി ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ നമ്മളുടെ ആരെയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാതെ ചെറുതാക്കി അവരെ ഒരു ഒന്നുമല്ലാത്ത ചെറുതാക്കി സംസാരിക്കുക. അപ്പോൾ ഈ കിബറിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഉണർത്തിയിട്ടുള്ളത്, കിബർ എന്ന് പറഞ്ഞാൽ നല്ല ടിപ് ടോപ്പിൽ ഡ്രസ്സൊക്കെ അണിഞ്ഞ് തുണിയും കുപ്പായും ചെരുപ്പൊക്കെ വളരെ ഉഷാറുള്ളത് അണിഞ്ഞ് അതങ്ങനെ പോകുന്നത് അല്ലേ? അതാണോ കിബർ വെച്ചപ്പോൾ? അതൊന്നല്ല. റസൂൽ പറഞ്ഞു കിബർ എന്ന് പറഞ്ഞാൽ റംതുന്നാസ്, ആളുകളെ ചെറുതാക്കി കാണുക എന്നുള്ളത്. ആളുകളെ ചെറുതാക്കി കാണുക എന്നുള്ളതാണ് വലിയ അഹങ്കാരമായി കൊണ്ട് പറഞ്ഞത്. അപ്പം അങ്ങനെ ചെറുതാക്കി കാണുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഫലം നമ്മൾ രാഷ്ട്രീയമായി ഇങ്ങനെ പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ അത് കൂടി നമ്മൾ ആ കൂട്ടത്തിൽ ആലോചിക്കണം. നമുക്കതൊരു പാഠമാണ്. ഇങ്ങനെയാണ് ഓരോ സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്ന ഓരോ സംഗതികളും നമുക്കൊരു പാഠമായി മാറുമല്ലോ. ഇതൊരു പാഠമായി എടുക്കണം. CJPയുടെ ജനനം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ വായിച്ചാൽ ഇതൊരു പാഠമായി നമ്മൾ എടുക്കണം. ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.